എനിക്ക് ഈ ദുരിതമാണ്, കഷ്ടപ്പാടാണ്, ഈ വേദനയിൽ നിന്നൊന്നും മുക്തി നേടാൻ എനിക്ക് കഴിയുന്നില്ല, എത്ര കാലമായി ഞാനിത് അനുഭവിക്കുന്നു, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ വിലപിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. പരാതി നിർത്തുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞതിന് കാരണക്കാരൻ നിങ്ങളാണ് എന്നുള്ള വാസ്തവം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് നമ്മളെ കൊണ്ട് അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല, എങ്കിലും അത് മനസ്സിലാക്കുക. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളതിനെ വിലമതിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് നല്ല 2 കൈയും കാലും ഉണ്ട്, നടക്കാനും ഓടാനും ചാടാനും കഴിയുന്ന നല്ല ഹെൽത്തി ബോഡിയുണ്ട്. അതിന് നന്ദി പറയുക. ഓക്കെ, എല്ലാം കാണാൻ കഴിയുന്നതിന് കണ്ണുണ്ട്, കാഴ്ചശക്തിയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ അവയവങ്ങളും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല ഒരാളുടെ പരസഹായമില്ലാതെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും നമ്മൾ എന്ത് പറയുക, നന്ദി, ഉള്ളിൽ നിന്നും നന്ദി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നന്ദിയുടേതായ ഒരു എനർജിയാണ് നമ്മൾ പുറത്ത് വിടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. പതിയെ പതിയെ നമ്മുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നന്ദിയുടെ മോഡ് ഓണാക്കുക, പരാതിയുടെയും പരിഭവങ്ങളുടെയും മോഡ് ഓഫാക്കി വെക്കുക. ജീവിതം മാറി മറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.